എന്റെ കുട്ടി ആത്മഹത്യ ചെയ്യൂല, ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ എന്റെ കുട്ടി അവിടെ കുറിപ്പ് വെക്കും, ഓളവിടെ എഴുതി വെക്കും. ഓൾ അങ്ങനത്തെ കുട്ടിയല്ല. പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന കുട്ടിയല്ല. എല്ലാരോടും അന്വേഷിച്ചറിയാം. അവിടെ അയൽവാസികളോടും ഇവിടെ അയൽവാസികളോടും ഓളെ കൂടെ പഠിച്ചവരോടും മിൻസിലാണ് ഓള് ട്രെയിനിങ് ചെയ്ത് അവിടെ പോയി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഓളെ കാര്യം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നാദിയ എന്ന 20-കാരി. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3-ാം മാസം ഭർത്താവിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇപ്പോൾ ആ ഉമ്മയും ഉപ്പയും പറയുന്നത് തൻ്റെ സ്വന്തം മോളെ ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ്. 2025 ഒക്ടോബറിലായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 29-നാണ് ഒരു സുബഹിയുടെ നേരത്തെ ഈ നാദിയാനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജനലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇപ്പം ഈ ഉപ്പയും ഉമ്മയും പറയുന്നത് ഞങ്ങളുടെ മോൾ അങ്ങനെ ചെയ്യൂല, ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. ഒരാളെ പേര് അവർ പറയുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം. നിലവിൽ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല. കാളികാവ് പോലീസ് അന്വേഷണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. അവർ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. 20 വയസ്സേ നാദിയക്കുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് വെറും 3 മാസമാണ് ഈ ഒരു ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞത്. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. അന്ന് ആ ഒരു മരണം നടക്കുന്ന ദിവസം പോലും ഉമ്മാനോട് സംസാരിച്ചിരുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടേ, അതാണ് ഈ ഉമ്മയും ഉപ്പയും പറയുന്നത്. അല്ലെങ്കിൽ ഇതിൽ നോട്ട്സ് എഴുതി വെക്കണ്ടേ. ആ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ ദുരൂഹത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്, പ്രാഥമിക റിപ്പോർട്ടൊക്കെ കൊടുത്തു, അതിൽ ഈ കുടുംബം പറയുന്ന പോലെയൊന്നും എല്ലാം ജീവൻ ഒടുക്കിയത് തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മാതാപിതാക്കളുടെ ഈ വാക്കുകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്റെ കുട്ടി ആത്മഹത്യ ചെയ്യൂല, ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ എന്റെ കുട്ടി അവിടെ കുറിപ്പ് വെക്കും, ഓളവിടെ എഴുതി വെക്കും. ഓൾ അങ്ങനത്തെ കുട്ടിയല്ല. പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന കുട്ടിയല്ല. എല്ലാരോടും അന്വേഷിച്ചറിയാം. അവിടെ അയൽവാസികളോടും ഇവിടെ അയൽവാസികളോടും ഓളെ കൂടെ പഠിച്ചവരോടും മിൻസിലാണ് ഓള് ട്രെയിനിങ് ചെയ്ത് അവിടെ പോയി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഓളെ കാര്യം. ഓൾ ഒരിക്കലും ആത്മഹത്യന്റെ വക്കിലൊന്നും അല്ല. നല്ല കുട്ടിയാണ് ഓള്. നല്ല പഠിച്ചും ചെയ്ത് എല്ലാം കൊണ്ട് ഓള് വളരെ ഉഷാറായിട്ട് കുട്ടിയാണ്. രാത്രി 9:00 വിളിച്ച 9:15 പെണ്ണുങ്ങൾക്ക് വിളിച്ചപ്പോൾ ഓൾ അതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. 9:41 ഭർത്താവ് വിളിച്ചപ്പോൾ ഒന്നും ഓള് പറഞ്ഞില്ല. പിന്നെ 9:10 മണിയായപ്പോൾ ഓളെ ഭർത്താവ് നേരം പോയിക്കോളോളെ ഫോണൊക്കെ അടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഓളെ ഫോൺ ഓളെ കയ്യിൽ ആരോ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ സത്യം. പിന്നെ അവര് രാവിലെ 7 മണിക്ക് മരണം പോലെ അറിഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ എന്തുകൊണ്ട് 8:45 8:40 നമുക്കറിയില്ല. എന്താണ് സത്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല. പിന്നെ പോലീസിന്റെ അന്വേഷണം എനിക്ക് തൃപ്തിയല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ തെളിയില്ല, ആയില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ 4 ദിവസം മുമ്പ് എന്താ ഒരാവശ്യത്തിന് അവിടെ പോയപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതിലും ഞാൻ തൃപ്തനല്ല. 28-ാം എനിക്ക് രാത്രി വിളിച്ചിരുന്നു. അപ്പൊ കുട്ടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് മരിക്കണ അന്ന് 4 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക്. അപ്പോ അതിന്റെ അടിയിൽ എന്തോ ഒരു സംഭവം എന്റെ കുട്ടിക്ക് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ കുട്ടി അങ്ങനെ മരിക്കാനുള്ള കാരണം. അത് എന്തുകൊണ്ടാണെന്നില്ല ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടണം. ഞങ്ങള് കുറെ മുഖ്യമന്ത്രിക്ക്, പിന്നെ IGക്ക്, SP-ക്ക് ഒക്കെ ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാളി പോലീസ് സ്റ്റേഷനിൽ കുറെ വട്ടം പോയി. അവര് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഞങ്ങൾ ചെല്ലുമ്പോ നോക്കാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അയാളെ സംശയിക്കല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വന്ന എല്ലാരും അയാളെ ഓരോ നീക്കുപോക്കങ്ങൾ കണ്ടിട്ട് നിന്റെ മോനോട് വരെ സംശയം ചോദിച്ചിട്ടുണ്ട്. അതാരാണ്, നിന്റെ വാപ്പാന്റെ വീട്ടുകാരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓനും അറിയില്ല. എന്റെ ആങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആങ്ങൾക്കും അറിയില്ല. അവിടെ എന്റെ മരുവന്റെ കൂട്ടുകാർക്കും അറിയില്ല ഓൻ ആരാന്നുള്ളത്. അങ്ങനെ എല്ലാവരും സംശയിച്ചിട്ടുണ്ട്. ഓന്റെ ഓരോ കാട്ടിക്കൂട്ടലോണ്ടാണ് എല്ലാവർക്കും സംശയം വന്നത്. ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് ഓനവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 8:30 എനിക്ക് ഓന്റെ അമ്മ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയണേ, പിന്നെ ലിൻമോൾ മരിച്ചു എന്നാ പറയണത്. അത് കേട്ടപ്പോ ഞാൻ ആകെ സ്റ്റോക്കായി. പിന്നെ എനിക്ക് എന്താ, ഞാൻ ബോധം കെട്ട് വീണൊക്കെ പിന്നെ എന്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവനാണ് പിന്നെ രണ്ടാമത് അവന്റെ അമ്മക്ക് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോന്ന് ചോദിച്ചു.
അപ്പൊ ഓനോട് പറഞ്ഞു ഞങ്ങള് എങ്ങനെ ഇതൊക്കെ നാളെ പറയുമെന്നാ ഓന്റെ അമ്മ പറഞ്ഞത്. പിന്നെ ഓനും എന്റെ ആങ്ങളിയും പാടെ അപ്പൊ തന്നെ പോയി. അവിടെ ചെന്നപ്പോ ഈ ചങ്ങായി അവിടെ ഉണ്ട്. ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പേ ഓൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരല്ലേ ഓൻ അവിടെ എത്തുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടാണല്ലോ ഓനോടൊക്കെ പറയേണ്ടത്. ഞങ്ങൾ ചെല്ലേണ്ടതിന് മുമ്പേ ഒരു വാതിൽ തുറന്നിക്കുന്നത്. എന്റെ കുട്ടി ആത്മഹത്യ ചെയ്യൂല, ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ എന്റെ കുട്ടി അവിടെ കുറിപ്പ് വെക്കും, എന്തായാലും ഓളവിടെ എഴുതി വെക്കും. ഓൾ അങ്ങനത്തെ കുട്ടിയല്ല. നമ്മുടെ നാട്ടില് പലപ്പോഴും നമ്മൾ ജീവനൊടുക്കിയതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ പലപ്പോഴും കൊലപാതകങ്ങളാണെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ജീവനൊടുക്കിയതോ അങ്ങനെ കുറേ കേസുകളുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. കാരണം അവർ കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനത്തൊക്കെയാണ്. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. പിന്നെയും അവർ സമ്മതിക്കിയതിനാണ് ലവ് മാരേജിനോ അറിയില്ല, അവരെന്നെ കണ്ടെത്തിയിട്ടാണെങ്കിലാണ്. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവസാനം കല്യാണം കൊണ്ടുപോയി പോകുക എവിടേക്കാണ്? ഒന്നുകിൽ ഡിവോഴ്സിലേക്ക്, സെപ്പറേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വിവാഹപ്രായം ആയി കഴിയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് സന്നദ്ധരായിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് കടപ്പിക്കാവൂ. പിന്നെ വിവാഹത്തിന് മുൻപൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക, എങ്ങനെയൊക്കെ കഴിയേണ്ടത്, ആരോടൊപ്പം എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യേണ്ടത്, ലൈഫിൽ എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും അതിനെങ്ങനെ പിടിച്ചു നിൽക്കേണ്ടത് എന്നൊക്കെ അവർ മനസ്സിലാവും. 20 വയസ്സൊക്കെ ഉള്ള ആളുകളല്ലേ. സ്വന്തം കുടുംബം ഇപ്പോൾ ഒന്നും കൂട്ടുകുടുംബങ്ങളല്ലല്ലോ. വലിയ അനുഭവങ്ങളൊന്നും ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർ ഒന്നും എഴുതി വെക്കണമെന്നില്ല. നമുക്കിഷ്ടപ്പെട്ട ഒരാൾ അങ്ങനെ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇപ്പോഴും റിഫ മഹ്നുവിൻ്റെ കേസിൽ റിഫനെ ഇയാൾ കൊന്നതാണ് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ പോലീസിൻ്റെ പരിശോധനയിലൊക്കെ അവർ സ്വയം ജീവൻ ഒടുക്കിയതാണെന്നാണ്. അതേപോലെ അരീക്കോട് അബു എന്ന് പറയുന്ന ഒരു സൈബർ ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, CPM-ൻ്റെ, അയാളെ കൊന്നു കളഞ്ഞത് എന്നാണ് എൻ്റെ വാപ്പ പറയുന്നത്. പക്ഷെ പോലീസ് റിപ്പോർട്ടിലുള്ളത് എന്താണ്? അവർ ജീവനൊടുക്കിയതാണ് എന്നാണ്. ജീവനൊടുക്കിയെന്ന് കരുതുന്ന പല കേസുകളിലും പിന്നീട് എന്ത് കാണാം? അവർ ജീവനൊടുക്കിയതല്ല, വേറൊരാൾ കൊന്നു കളഞ്ഞതാണ്. എന്തായാലും ഇതിൻ്റെ സത്യം തുറന്നു വരട്ടെ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർക്കൊരു ജോലി കിട്ടിയൊരു സാഹചര്യം ഉണ്ടാക്കുക. നന്നായി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പഠിപ്പിക്കുക. ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലി കിട്ടുന്ന ഒരു പീരീഡ് പറഞ്ഞാൽ 10-23 വയസ്സൊക്കെ ആവൂലേ. അപ്പോഴേക്കും ഓരോന്നും കൂടി മെച്ചൂർഡാവും, ലൈഫിനെ ഓരോ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ പെൺകുട്ടിക്ക് പഠിക്കണം എന്നില്ല എന്നാണെങ്കിൽ അവർ പൂർണ്ണമായി സന്നദ്ധരാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു 20 വയസ്സിന് ശേഷം ആവാൻ ശ്രമിക്കുക. 2, നമുക്ക് അവർക്കൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക. വിവാഹത്തിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും കൗൺസിലറുടെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ കോഴ്സിന് പോയിട്ടോ അത് ചെയ്യുക. അത് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നമ്മളൊരു വിവാഹത്തിന് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം, മറ്റേ കല്യാണം, മറിച്ചേ കല്യാണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണം ചിലവഴിക്കുന്നുണ്ട്. അതിലത്രയൊന്നും പണം ചിലവഴിക്കണ്ടല്ലോ ഇതിന്. കാരണം ഇതൊരു ലോങ് ലൈഫിൽ കൊണ്ടുപോകേണ്ടതാണ്. കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് മഹലിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിപ്പിക്കണം. നിങ്ങളുടെ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, രേഖ കാണിക്കണം. എന്തായാലും ഈ പെൺകുട്ടിയുടെ ലൈഫിൽ ഈ വാപ്പയും ഉമ്മയും നിർബന്ധമായിട്ട് പറയുന്നത് ഒരാൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. എങ്ങനെ അവരറിയുന്നതിന് മുൻപ് അയാളെ എന്താണ് അറിയിക്കാൻ കാരണം? അപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ കാലത്ത് പ്രീമാരിറ്റൽ ക്ലാസ്സുകൾ കൊടുക്കണം. ഇനി അങ്ങനെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരെ നമ്മൾ കൊടുക്കാൻ തയ്യാറാട്ടോ. കാരണം അത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ വളരെ വലിയൊരളവിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അതിന് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് നമ്മൾ ഒരാൾക്ക് പോയിട്ട് ദുആ ചെയ്യണം. മലപ്പുറത്തുള്ള ഒരാളാണ് ഹുസൈൻ എന്ന പേരുള്ള ഒരു 34-കാരൻ. തബൂക്കിൽ വെച്ചിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിച്ചതാണ്. 34 വയസ്സേ ഉള്ളൊരു യുവാവാണ്. അദ്ദേഹം അപകടത്തിലാണ് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിൽ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ദുആ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് 27-ാം രാവാണ്, റമദാനിലെ 27-ാം രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. എന്താണ് ശരിക്കും ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദറിന് ഒരുപാട് പ്രാർത്ഥനകൾ പലയിടത്തും നടത്തലുണ്ട്. പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സമ്മേളന നഗരിയിലേക്ക്, സ്വലാത്ത് നഗർ സമ്മേളനം, അങ്ങനെ സമ്മേളന നഗരിയിലേക്കൊക്കെ ആളുകളെ, പള്ളിയൊന്നുമല്ല, അങ്ങനത്തെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്, ഇപ്പോൾ മലപ്പുറം സ്വലാത്ത് നഗറിലുണ്ട്, അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് 27-ാം രാവ് അവിടെ ഇരുന്ന് കഴിക്കുന്നതാണോ, അത് പള്ളിയിൽ എത്തിക്കാഫ് ഇരുന്നിട്ട് 27-ാം രാവിന് വല്ല ദിക്റുകൾ ചെല്ലുന്നതാണോ പുണ്യം? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. കാരണം 27-ാം രാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൾഫിൽ ഇന്നലെ 27-ാം രാവ്, നമ്മുടെ നാട്ടിൽ ഇന്ന് 27-ാം രാവ്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് വെച്ചാൽ പലരും ഒരു രാത്രിയാണ്.
എന്തോ ഒരു രാത്രി. അപ്പോൾ ഗൾഫേർക്ക് ഒരു ദിവസമായിരിക്കും ആ രാത്രി ഉണ്ടാവുക, കാരണം ഏതൊരു ദിവസം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നാണ് ദിവസം എന്നുള്ളത് ആരും പറഞ്ഞിട്ടുമില്ല. അത് റമദാൻ്റെ ഒറ്റ രാവുകളിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഇത് റമദാനിൽ തന്നെയാണോ റമദാൻ അല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവോ, പല അഭിപ്രായങ്ങൾ കാണാം. ഇതൊരു രാത്രി തന്നെയാണോ? എന്തായാലും ഒരു സൂഫി ഗുരുവിനോട് ചോദിച്ച ഒരാൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ സവിശേഷമായ അനുഗ്രഹത്തെക്കുറിച്ച്, അന്ന് പുണ്യം നേടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടി ഇങ്ങനെയായിരുന്നു: നിനക്ക് റോസാപ്പൂവ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് റോസാപ്പൂവ് ഇഷ്ടമാണ്, എങ്കിൽ ഞാൻ നിനക്കൊരു റോസാപ്പൂവ് സമ്മാനിക്കാമെന്ന് പറഞ്ഞു. റോസാപ്പൂവ് സമ്മാനിച്ചു. റോസാപ്പൂവ് സമ്മാനിച്ചിട്ട് അതിൻ്റെ നറുമണം വളരെ നല്ല, കാണാൻ നല്ല ഭംഗി, ഇദ്ദേഹം അത് ഷെൽഫിൽ കൊണ്ടുവെക്കാൻ. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് അത് വാടി തളർന്ന് അതിൻ്റെ ഭംഗി പോയി, കളറ് പോയി, മണം പോയി. അങ്ങനെ സൂഫി ഗുരുവിൻ്റെ അടുത്തെത്തി. സൂഫി ഗുരു, അങ്ങ് എനിക്ക് സമ്മാനിച്ച ആ റോസാപ്പൂവിൻ്റെ നിറം പോയി, മണം പോയി. ഓ ശരി, എങ്കിൽ ഞാൻ നിനക്കൊരു റോസാ ചെടി തന്നെ നൽകാമെന്ന് പറഞ്ഞൊരു ചെടി കൊടുത്തു. ആ ചെടി ഇയാൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. ചെടിമ ഒരുപാട് റോസാപ്പൂക്കളുണ്ട്. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്ക് പൂക്കൾ വാടാതാണ്. കാരണം ഇതൊരു ചെടി മാത്രമാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, അതൊക്കെ നശിച്ചു പോയി, എങ്കിൽ ഞാൻ നിനക്കൊരു ഒരു ചട്ടിയോട് കൂടിയിട്ടുള്ളൊരു ചെടി കൊടുത്തു. ആ ഒരു മൺചട്ടിയിൽ ചെടിയുണ്ട്, മണ്ണുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ സുഗന്ധവും മണവും ഇയാൾ ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ചെടിച്ചട്ടിയിലെ ഒരു ചെടിക്ക് എത്രമാത്രം വളരാൻ കഴിയും? ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ അത് അവസാനിക്കുമല്ലോ. ഒടുവിൽ ഇയാൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇയാൾ സൂഫി ഗുരുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അത് നശിച്ചു പോയി ഗുരു, എങ്കിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? ഒരു വലിയൊരു തോട്ടം, ആ തോട്ടം നിറയെ റോസാ ചെടികൾ, അതിൽ നിറയെ റോസാപ്പൂക്കൾ, അതിന് വെള്ളം നനയ്ക്കാനും പരിചരിക്കാനും നിറയെ പരിചാരകർ, അങ്ങനെ ഒരു ഭൂമി തന്നെ, ഒരു പ്രദേശം തന്നെ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അതൊരിക്കലും ഇനി എന്ത് ചെയ്യണില്ല, നോക്കാൻ ആളുണ്ട്, നശിച്ചു പോകണില്ല. ഒരു ദിവസം കൊണ്ട് വാടുന്ന പൂവല്ല, ഒരുപാട് പൂക്കളുണ്ട്. ഇതേപോലെയാണ് സൂഫി ഗുരു പറയാണ്, ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ റോസാ ചെടികളുടെ ഒരു ഭൂമിയെപ്പോലെ തന്നെ റസൂലുള്ളാഹിനെ നമുക്ക് കിട്ടുന്ന സവിശേഷമായ ഒരവസ്ഥയുടെ പേരാണ് ലൈലത്തുൽ ഖദർ. ഇതായിരുന്നു സൂഫി ഗുരുവിൻ്റെ മറുപടി. ലൈലത്തുൽ ഖദറിൻ്റെ ഒരു മഹത്വം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പരമാവധി നമ്മൾ അദ്കാറുകൾ, ദിക്റുകൾ പരമാവധി ചൊല്ലുക, സ്വലാത്തുകൾ പരമാവധി ചൊല്ലുക. നമ്മൾ ഏത് അമൽ ചെയ്യുമ്പോഴും അതിന് കണ്ടീഷൻസ് ഉണ്ട്. നിസ്കരിക്കുകയാണെങ്കിൽ ഒതു കൊടുക്കണം, അങ്ങനെ അതൊക്കെ പൂർണ്ണമായോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ ഒരു കണ്ടീഷൻസ് ഇല്ലാത്ത, ഒരു നിബന്ധനകളില്ലാത്ത ഒരു ആരാധന അതേതാണ്? ദിക്റും സ്വലാത്തുമാണ്. അത് പരമാവധി വർദ്ധിപ്പിക്കുക. അതാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്തരം സവിശേഷമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണോ, അതോ പുറത്തേതെങ്കിലും ഒരു മൈതാനിയിൽ കുറേ ആളുകളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന പ്രാർത്ഥനയാണോ നല്ലത് എന്നുള്ളതാണ്. വിശ്വാസികൾ എവിടെയൊക്കെ കൂടുന്നുണ്ടോ അതൊക്കെ ഉത്തമമായ സ്ഥലമാണ് എന്നുള്ളതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അത് പള്ളിയാണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും വിശ്വാസികൾ കൂടുന്ന ഒരിടം, അവർ തമ്മിൽ ഹുബ്ബുണ്ടാവുന്ന ഒരിടമാണ് നല്ലതാണ്. അത് കാശ് പിരിക്കാൻ വേണ്ടി ഇടാവരുത്. എങ്ങനെയും നമുക്ക് പലർക്കും റമദാൻ എന്ന് പറഞ്ഞാൽ കാശ് പിരിക്കാനുള്ള ഇടാൻ, എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടോ, എങ്ങനെ പണം പിരിക്കാം എന്നുള്ളതിന് റിസർച്ചാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. കാശ് പിരിക്കണ റമദാനല്ല, കാശ് പിരിക്കണ 27 രാവല്ല, മറിച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന ഒരു 27 രാവ്, അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.